എവ്രിവൺ. ഇപ്പൊ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. റീവാലുവേഷന് കൊടുക്കേണ്ട കുട്ടികളൊക്കെ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ടാകും. ഇനി നമുക്ക് അറിയേണ്ടത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഇപ്പൊ +1 അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് +1 അലോട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 25-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരുതിയിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. +1 അലോട്ട്മെന്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ് ആണ് SLC മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് നോക്കിയ സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാകും, അതിന്റെ ഒരു പ്രിന്റ് മതിയാകും. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും കയ്യിൽ കരുതുക. ആൻഡ് ഒരു ഫോൺ നമ്പർ അത്യാവശ്യമാണ്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ OTP വരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫോണും നിങ്ങളുടെ കയ്യിൽ തന്നെ കരുതുക. ആൻഡ് നിങ്ങൾ NCC, SPC, അതുപോലെ തന്നെ NSS അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പോർട്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ആൻഡ് പല ആൾക്കാർക്കും നാറ്റിവിറ്റി വേണോ കമ്മ്യൂണിറ്റി വേണോ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ EWS അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ മാത്രം ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതിയാൽ മതിയാകും. അത് നിങ്ങൾക്ക് അക്ഷയയിലൊക്കെ നേരിട്ട് പോകുന്ന സമയത്ത് മനസ്സിലാകും. ഇപ്പം നമ്മുടെ HS CAP എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴിയാണ് ഈ ഒരു അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിനു മുന്നേ ഈ ഒരു HS CAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. കയറി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് സ്കൂൾ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ സ്കൂൾ ലിസ്റ്റ് എടുത്ത് നോക്കുക. സ്കൂൾ ലിസ്റ്റ് എടുത്ത് നോക്കി ഓരോ സ്കൂളിന്റെ കോഡ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് ഏതൊക്കെ സ്കൂളിലാണ് ഉള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്ട്സ് എല്ലാ സ്കൂളിലും സെയിം അല്ല. ഓരോ സ്കൂളിലും ഓരോ ഓപ്ഷണൽ സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൊമേഴ്സിന്റെ ഒക്കെ കാര്യത്തിൽ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ ഏതാണോ അതുപോലെ തന്നെ ഏത് കോഴ്സാണോ അത് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ സ്കൂളും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സ്കൂളും കോഴ്സസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഓരോ സ്കൂളിനും ഓരോ കോഡ് ഉള്ള പോലെ തന്നെ ഓരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ കൊമേഴ്സിലെ കോഡ് വരുന്നത് 36, 37, 38, 39 ആണ്. 36 വരുന്നത് കൊമേഴ്സ് വിത്ത് മാത്സ് ആണ് ഓപ്ഷണൽ സബ്ജക്ട്. 37 വരുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 38 പൊളിറ്റിക്കൽ സയൻസും 39 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ആണ് വരുന്നത്. സോ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിൽ ആ ഒരു കോഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സാണോ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നേരെ നിങ്ങൾ HS CAPൽ പോയിട്ട് ഈ സ്കൂൾ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടാകുന്ന കൺഫ്യൂഷൻസ് നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഏത് സ്കൂളിന് കൊടുക്കണം, സെക്കൻഡ് അതിനനുസരിച്ച് വേണം ഒന്നാമത്തത് കൊടുക്കുന്നത്, രണ്ടാമത്തത് കൊടുക്കേണ്ടത്, മൂന്നാമത്തത് അങ്ങനെ ഓർഡറിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ 5ാമത്തെ സ്ഥാനത്താണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടും. ബാക്കി താഴോട്ടുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആയി പോകും. പിന്നെ മുകളിലോട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൂടി ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അലോട്ട്മെന്റിന്റെ സമയത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.